വെൽക്കം ടു മിൻറ്റ് ദ റൈറ്റ് ഗൈഡൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ SSC CGL കുറച്ച് ജനറൽ അവയർനെസ്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് വന്നിട്ടുള്ളത്, എന്തൊക്കെയാണ് ബേസിക് അനാലിസിസ് എന്നൊക്കെ നോക്കിയിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, അതേപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങിയാലോ? ഓക്കെ. സോ first question, which article of the Indian Constitution was amended by the 106th Amendment Act to provide 1/3 reservation for women? Article 239A ആണോ, 330A ആണോ, Article 332A ആണോ, അതോ all of the above ആണോ? എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? 106th Amendment Actനെ കുറിച്ചാണ് പറയുന്നത്. ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദി അബവ്. ആർട്ടിക്കിൾ 330A-യും 332A-യും ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ 239A എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ അമെൻഡും ചെയ്തിട്ടുണ്ട്. 33% റിസർവേഷൻ ആണ് കൊടുക്കാൻ പോകുന്നത്. എവിടെ? ലോക്സഭയിലും സ്റ്റേറ്റ് അസംബ്ലിയിലും. നമ്മുടെ 73rd 74th അമെൻമെൻറ്റും നമ്മുടെ ലോക്കൽ ഗവൺമെൻറ്റിൽ റിസർവേഷൻ കൊടുത്തു. എത്രയാ? വീണ്ടും 33% തന്നെ. ഇതിനെ നാരി ശക്തി വന്ദൻ അധിനിയം എന്നാണ് വിളിക്കുന്നത്. 2023 ഇത് നിയമമായിട്ട് വന്നിട്ടുള്ളത്. ഇത് ഡീലിമിറ്റേഷന് ശേഷം, അതായത് കോൺസ്റ്റിറ്റ്യുവൻസി റീഅറേഞ്ച് ചെയ്തതിന് ശേഷമായിരിക്കും നിലവിൽ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Under the Indus Water Treaty, India has unrestricted rights over which rivers? അതായത് പൂർണ്ണമായിട്ട് ഉപയോഗിക്കാനുള്ള അധികാരം ഏത് റിവേഴ്സിൻ്റെ മുകളിലാണ്? ഇൻഡസ്, ജേലം, ചേനാബ് ആണോ, രവി, ബിയസ്, സത്ലജ് ആണോ, ജേലം, ചേനാബ്, രവി ആണോ, ഇൻഡസ്, ബിയസ്, സത്ലജ് ആണോ? എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ആൻസർ ഓപ്ഷൻ ബി ആണ്, രവി, ബിയസ്, സത്ലജ് ഈസ്റ്റേൺ റിവേഴ്സ് ആണ്. ഈസ്റ്റിൽ ഇന്ത്യ, വെസ്റ്റിൽ പാകിസ്ഥാൻ. അപ്പോൾ ഈസ്റ്റേൺ റിവേഴ്സ് ആയ രവി, ബിയസ്, സത്ലജിലാണ് ഇന്ത്യക്ക് റൈറ്റ്. പാകിസ്ഥാനോ? വെസ്റ്റേൺ റിവേഴ്സ് ആയ ഇൻഡസ്, ജേലം, ചേനാബിലാണ് പാകിസ്ഥാന് റൈറ്റ്. അപ്പോൾ വെസ്റ്റേൺ റിവേഴ്സിന് പാകിസ്ഥാൻ റൈറ്റ്, ഈസ്റ്റേൺ റിവേഴ്സിന് ഇന്ത്യക്കായിരിക്കും റൈറ്റ്. 1960 ഇത് നിലവിൽ വന്നിരിക്കുന്നത്. ഇതിൻ്റെ മീഡിയേറ്റർ ആയിട്ടുള്ളത് വേൾഡ് ബാങ്ക് ആണ്. വേൾഡ് ബാങ്ക് ആണ് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ മീഡിയേറ്റ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following Harappan sites is known for unique water harnessing system and storm water drainage? ലോഥൽ ആണോ, ധോലാവീര ആണോ, കാലിബംഗൻ ആണോ, ബനാവലി ആണോ? യുണീക്ക് വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ചാണ് പറയുന്നത്, ഹാർനെസ്സിങ് സിസ്റ്റത്തിനെ കുറിച്ച്. ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി, ധോലാവീര ആണ്. അല്ലേ? ധോലാവീരയ്ക്ക് നല്ലൊരു വാട്ടർ മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ടായിരുന്നു, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഇത് ഗുജറാത്ത്, കച്ചിലാണുള്ളത്. അത് കാരണം സ്റ്റോൺ ഒക്കെ നല്ലോണം യൂസ് ചെയ്തിട്ടാണ് റിസർവോയേഴ്സ് പണിതിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ പ്രത്യേകതകളാണ് കാരണം ഇതൊരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റും കൂടെയാണ്. അതേപോലെ ബാക്കി ഓപ്ഷൻസ് നോക്കിയേ. ലോഥൽ എന്താണ്? ലോഥൽ ഒരു ഡോക്യാർഡാണ്, അതായത് ഷിപ്സ് വന്ന് ഡോക്ക് ചെയ്ത് സാധനങ്ങളൊക്കെ ഇറക്കുന്ന സ്ഥലം. കാലിബംഗനോ? കാലിബംഗൻ പ്ലോഡ് ഫീൽഡ്സ്, അതായത് കൃഷിക്ക് വേണ്ടിയാണ് അറിയപ്പെട്ടിരുന്നത്. അടുത്തത്, PM Pranam scheme aims to promote religious tourism, reduce the use of chemical fertilizers by promoting alternatives, provide pension to small shopkeepers, digitize land records. എന്തായിരിക്കും? PM Pranam എന്തിനാണ്? PM Pranam യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് കുറയ്ക്കാൻ. ഓപ്ഷൻ ബി ആണ്. അതായത് ഓർഗാനിക് ആൻഡ് നാച്ചുറൽ ഫാമിംഗ് കുറച്ച്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾക്കൊന്ന് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ബേർഡൻ കുറയും, സബ്സിഡി കൊടുക്കാൻ. അപ്പോൾ സബ്സിഡി അത്രയും കൊടുക്കണ്ട, അപ്പോൾ നമ്മൾക്ക് കൂടുതൽ വേറെ കാര്യങ്ങൾക്ക് ചിലവാക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇമ്പോർട്ട് ചെയ്യേണ്ട ഫെർട്ടിലൈസർ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി സ്റ്റേറ്റിന് റിവാർഡ്സും കൊടുക്കും. അതേപോലെ തന്നെ നമുക്ക് എന്താ പറയുക, സസ്റ്റൈനബിലിറ്റി വളർത്താൻ പറ്റും, സോയിൽ ഹെൽത്ത് നന്നാക്കാൻ പറ്റും. ഇതൊക്കെ നല്ല ഫെർട്ടിലൈസേഴ്സ്, ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഫുൾ ഫോം എന്താണ്? പ്രോഗ്രാം ഫോർ റെസ്റ്റോറേഷൻ, അവെയർനെസ്, നറിഷ്മെൻറ്റ് ആൻഡ് അമീലിയറേഷൻ ഓഫ് മദർ എർത്ത്. Next question. The Battle of Vandy Wash was fought between British and French ആണോ, British and Marathas ആണോ, French and Dutch ആണോ, British and ടിപ്പു സുൽത്താൻ ആണോ? എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ആൻസർ ഓപ്ഷൻ എ ആണ്. അല്ലേ? ബ്രിട്ടീഷ് ആൻഡ് ഫ്രഞ്ച് ആണ് ബാറ്റിൽ ഓഫ് വാൻഡി വാഷിൽ ഉണ്ടായിരുന്നത്. തേർഡ് കർണാട്ടിക് വാറിൻ്റെ ഭാഗമായിരുന്നു എന്ത്? ബാറ്റിൽ ഓഫ് വാൻഡി വാഷ് എന്ന് പറഞ്ഞത്. ഇതിൻ്റെ അകത്ത് ഫ്രഞ്ചുകാർ തോക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ അതോടുകൂടെ തന്നെ ഫ്രഞ്ചിൻ്റെ പവർ ഇന്ത്യയിൽ കംപ്ലീറ്റ് ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ 1760 തമിഴ്നാട്ടിലായിരുന്നു ഇത് ഫൈറ്റ് ചെയ്തത്. കർണാട്ടിക് ഏരിയയിലേക്ക് വേണ്ടിയാണ് ഇത് ഫൈറ്റ് ചെയ്യുന്നത്, അതായത് സൗത്ത് ഇന്ത്യക്ക് വേണ്ടി. അന്ന് എന്നിട്ട് ബ്രിട്ടീഷുകാരുടെ ആധിപത്യം സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. ബ്രിട്ടീഷുകാരെ ലീഡ് ചെയ്ത് സർ അയർകൂട്ടും, ഫ്രഞ്ചുകാരെ കൗണ്ടി ലാലി ആയിരുന്നു. അപ്പോൾ കൗണ്ടി ലാലി വേഴ്സസ് സർ അയർകൂട്ടായിരുന്നു ഈ വാർ നടക്കുന്നുണ്ടായിരുന്നത്. ആരാണ് ജയിച്ചത്? ബ്രിട്ടീഷുകാരാണ് ജയിച്ചത്. അടുത്ത ചോദ്യം.
Under the Bharatiya Nyaya Sanhita, the crime of sedition has been replaced by section 150, 302, 377, 420. എന്തായിരിക്കും ആൻസർ? ആൻസർ ഓപ്ഷൻ എ ആണല്ലേ. സെക്ഷൻ 150 അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്താണ്? ആക്ട്സ് എൻഡേഞ്ചറിങ് സോവറിനിറ്റി, യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ സോവറിനിറ്റി, സെക്യൂരിറ്റി ഒക്കെ എഫക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ആ ആർട്ടിക്കിളാണ് 150. അതാണ് യൂസ് ചെയ്യുക എന്തെങ്കിലും നമ്മൾക്ക് എഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ. സെഡിഷൻ ആയിരുന്നു പണ്ട് യൂസ് ചെയ്തിരുന്നത്, പക്ഷേ സെഡിഷൻ വളരെ വേഗമാണ്. ഇതിനെന്താണുള്ളത്? പ്രിസൈസ് ലാംഗ്വേജ്, ഡിഫൈൻഡ് ഒഫൻസസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇത് കുറേയും കൂടെ നല്ലതാണ്. ഇത് IPCനെയാണ് റീപ്ലേസ് ചെയ്തതല്ലേ എന്ത്? BNS, ഭാരതീയ ന്യായ സംഹിത IPCനെയാണ് റീപ്ലേസ് ചെയ്യുന്നത്. 2024 റീപ്ലേസ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്തൊക്കെയായിരുന്നു? 302 എന്തിനെ കുറിച്ചാണ്? മർഡറിനെ കുറിച്ചാണ്. 420 എന്തിനെ കുറിച്ചാണ്? ചീറ്റിങ്ങിനെ കുറിച്ചും ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The Curzon line is the boundary between India and Pakistan, Poland and Russia, North and South Korea, USA and Canada. ഇപ്പം നമുക്ക് വേറെ പല ലൈൻസ് അറിയാം അല്ലേ? റാഡ്ക്ലിഫ് ലൈൻ ഇന്ത്യനെയും പാകിസ്ഥാനെയും ഡിവൈഡ് ചെയ്യുന്നു. ഡുറൻഡ് ലൈൻ ഇന്ത്യനെയും അഫ്ഗാനിസ്ഥാനെയും ഡിവൈഡ് ചെയ്യുന്നു. അതേപോലെ കുറേ ലൈൻസ് ഉണ്ട്. മെക്മേഹൻ ലൈൻ, അങ്ങനെ പറഞ്ഞിട്ട് കുറേ ലൈൻസ് ഉണ്ട്. ഇതെന്താണ് തരം? കേഴ്സൺ ലൈൻ ഡിവൈഡ് ചെയ്യുന്നത് പോളണ്ടിനെയും റഷ്യനെയുമാണ്. അന്നത്തെ ഫോറിൻ സെക്രട്ടറി ആയ ബ്രിട്ടീഷ് ഫോറിൻ സെക്രട്ടറി ആയ ലോർഡ് കേഴ്സന്റെ പേരിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇത് പോളണ്ടിന്റെ ഈസ്റ്റേൺ ബോർഡറിൽ എത്നിക് ഡിവിഷൻസ് ബേസ്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അല്ലാണ്ട് ജോഗ്രഫി മാത്രമല്ല, 2 എത്നിസിറ്റീസ്, പോളിഷ്, റഷ്യ, ഇങ്ങനത്തെ എത്നിസിറ്റി ബേസ്ഡ് ആയിട്ടാണ് ഡിവിഷൻ വന്നിട്ടുള്ളത്. അത് വേൾഡ് വാർ 2 ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെങ്കിലും വേൾഡ് വാർ 2 ശേഷം, വേൾഡ് വാർ 1 സമയത്താണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെങ്കിലും വേൾഡ് വാർ 2 ശേഷം കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇന്നത്തെ ബോർഡേഴ്സ് കേഴ്സൺ ലൈൻ്റെ അതേപോലെയല്ല, കുറച്ച് മാറ്റങ്ങളായിട്ടാണ് ഇന്നത്തെ ബോർഡർ ഇരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു വാസ് ദ ഫസ്റ്റ് വൈസ്രോയ് ഓഫ് ഇന്ത്യ? ലോർഡ് വാറൻ ഹേസ്റ്റിങ്സ് ആണോ, ലോർഡ് കാനിങ് ആണോ, ലോർഡ് മൗണ്ട് ബാറ്റൻ ആണോ, ലോർഡ് ഡാൽഹൗസി ആയിരിക്കുമോ? ഫസ്റ്റ് വൈസ്രോയിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ലോർഡ് കാനിങ്. ലോർഡ് കാനിങ് ക്രൗണിൻ്റെ ആദ്യത്തെ റെപ്രസെൻറ്റേറ്റീവ്, അതായത് വൈസ്രോയ് ആയിരുന്നു. 1857 റിവോൾട്ടിന് ശേഷം നമ്മൾക്ക് ഡയറക്റ്റ് ക്രൗൺ റൂൾ വരെയാണ്. നമ്മളുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858 വെച്ചിട്ട് ആദ്യത്തെ ഗുഡ് ഗവേണൻസ് ആക്ട് എന്ന് പറഞ്ഞിട്ടൊരു ആക്ട് വരികയാണ് ചെയ്യുന്നത്. അതോടെ ഗവർണർ ജനറൽ ഇല്ലാണ്ടാവും, വൈസ്രോയ് വരികയാണ് ചെയ്യുന്നത്. ലോർഡ് കാനിങ് ആയിരുന്നു ലാസ്റ്റ് ഗവർണർ ജനറലും ആദ്യത്തെ വൈസ്രോയും. രണ്ടും ലോർഡ് കാനിങ് തന്നെ ആയിരുന്നു. വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു ആദ്യത്തെ ഗവർണർ ജനറൽ, മൗണ്ട് ബാറ്റൻ ആയിരുന്നു ലാസ്റ്റ് വൈസ്രോയ്. ആദ്യത്തെ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ്, അവസാനത്തെ ഗവർണർ ജനറൽ ലോർഡ് കാനിങ്. ആദ്യത്തെ വൈസ്രോയ് ലോർഡ് കാനിങ്, അവസാനത്തെ വൈസ്രോയ് മൗണ്ട് ബാറ്റനും ആയിരുന്നു. Next question. Ramsar Convention is related to the conservation of tigers, wetlands, coral reefs, elephants. എന്തായിരിക്കും റാംസർ കൺവെൻഷൻ റിലേറ്റ് ചെയ്യുന്നത്? ആൻസർ ബി, വെറ്റ്ലാൻഡ്സ് ആണല്ലേ. വെറ്റ്ലാൻഡ്സിനെ ഫോക്കസ് ചെയ്യുന്നത്, മാംഗ്രോവ്സും സാധനങ്ങളിലൊക്കെ ഫോക്കസ് ചെയ്യുന്നതാണ് റാംസർ കൺവെൻഷൻ. ഗവൺമെന്റ്സ് ആണ് പലതും സൈൻ ചെയ്തിട്ടുള്ളത് ഈ ട്രീറ്റി. അപ്പോൾ പ്രൊമോട്ട് സസ്റ്റൈനബിൾ മാനേജ്മെന്റ് ഓഫ് വെറ്റ്ലാൻഡ് എക്കോസിസ്റ്റംസ്. വെറ്റ്ലാൻഡിൻ്റെ എക്കോസിസ്റ്റത്തിനെ സസ്റ്റൈനബിളി മാനേജ് ചെയ്യുക, അതായത് ആൾക്കാർക്കും ബെനിഫിറ്റ് ചെയ്യണം, അവിടുത്തെ ജീവികൾക്കും ബെനിഫിറ്റ് ചെയ്യണം, ആ എക്കോസിസ്റ്റത്തിനും ബെനിഫിറ്റ് ചെയ്യണം, അങ്ങനെ മാനേജ് ചെയ്യാൻ നോക്കൽ. ഇത് റാംസർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് സൈൻ ചെയ്തത്. അത് കാരണമാണ് അതിനെ റാംസർ കൺവെൻഷൻ എന്ന് വിളിക്കുന്നത്. ഇറാനിലെ ഒരു സ്ഥലമായിരുന്നു. 1975 ഇത് നിലവിൽ വന്നത്, പക്ഷേ സൈൻ ചെയ്തത് 1971. ഫ്ലഡ് കൺട്രോൾ, ബയോഡൈവേഴ്സിറ്റി, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വെറ്റ്ലാൻഡ് ഹെൽപ്പ് ചെയ്യും. ഇപ്പം എന്തെങ്കിലും സ്റ്റോം വരികയാണെങ്കിൽ അതിനെയൊക്കെ തടുക്കാനുള്ള ശക്തിയും കൂടെ വെറ്റ്ലാൻഡ്സിന് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ലെയർ ഓഫ് ദി അറ്റ്മോസ്ഫിയർ കണ്ടെയ്ൻസ് ദി ഓസോൺ ലെയർ? ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണോ, സ്ട്രാറ്റോസ്ഫിയർ ആണോ, മെസോസ്ഫിയർ ആണോ, തെർമോസ്ഫിയർ ആയിരിക്കും? ഓസോൺ ലെയർ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ആൻസർ എന്തായിരിക്കും? ആൻസർ ഓപ്ഷൻ ബി, സ്ട്രാറ്റോസ്ഫിയർ ആണല്ലേ. സ്ട്രാറ്റോസ്ഫിയറിന്റെ നടുക്കിലാണ് ഓസോൺ ലെയർ വരുന്നത്. ഇത് ഹാംഫുൾ ആയിട്ടുള്ള UV റേസിനെ അബ്സോർബ് ചെയ്തിട്ട് നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ സമ്മതിക്കുകയാണ്. UV റേസ് കൊണ്ടാൽ നമ്മൾക്ക് വളരെ മോശമാണല്ലേ, പല ജീവികൾക്കും അത് വളരെ മോശമാണ്. അത് കാരണം ഓസോൺ ലെയർ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 15 to 35 കിലോമീറ്റർ ഓൾട്ടിറ്റ്യൂഡിലാണ് അത് വരുന്നത്. ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മൾ മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞിട്ടൊരു സാധനം സൈൻ ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ മാക്സിമം ഓസോൺ ലെയറിൻ്റെ ഡിപ്ലേഷൻ കുറയ്ക്കാൻ പോകണം. CFC എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ ബാൻ ചെയ്തിട്ട് നമ്മൾ ഓസോൺ ലെയറിൻ്റെ ഈ ഡിപ്ലേഷൻ കുറയ്ക്കാൻ നോക്കുകയാണ്. ബാക്കി ട്രോപ്പോസ്ഫിയറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതിന് വെതർ ഫിനോമിനയുടെ കാര്യങ്ങൾ നോക്കുകയാണ്. അതായത് മഴ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ട്രോപ്പോസ്ഫിയറിലായിരിക്കും. മെസോസ്ഫിയറിലെ മീറ്റിയോസ് ഒക്കെ ഇല്ലാണ്ടാവും.
തെർമോസ്ഫിയറിലോ റോറാസ് ഒക്കെ ഉണ്ടാവും. അതേപോലെ തെർമോസ്ഫിയറിന് ശേഷം അയണോസ്ഫിയർ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. അതാണ് റേഡിയോ വേവ്സ് ഒക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. പിന്നെ 8th ഷെഡ്യൂൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒറിജിനലി കണ്ടെയ്ൻഡ് ഹൗ മെനി ലാംഗ്വേജസ്? ഒറിജിനലി ആണ് ശ്രദ്ധിക്കേണ്ടത്. 14 ആണോ, 18 ആണോ, 22 ആണോ, 15 ആണോ? നമ്മൾ ട്രിക്ക് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ആൻസർ എന്തായിരിക്കും? ആൻസർ ഓപ്ഷൻ എ ആണല്ലേ. 14 ലാംഗ്വേജസ് ആണുള്ളത്. ഇതിന് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റേറ്റസ് ഉണ്ട്. ഇപ്പോൾ 22 ലാംഗ്വേജസ് ആണ്. അതാണ് ട്രിക്കായിട്ട് വരുന്നത്. 22 ഓൾറെഡി ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് നമുക്ക് കൺഫ്യൂഷൻ ആവും. 14 ആയിരുന്നു ഉണ്ടായിരുന്നത്, ആദ്യം 22 മാറി. പിന്നെ സിന്ധി, കൊങ്കണി, മണിപ്പൂരി എന്നുള്ളതൊക്കെ പിന്നെ കിട്ടിയതാണ്. ഇതിനൊക്കെ ഒഫീഷ്യൽ റെക്കഗ്നേഷൻ ആണുള്ളത്, നാഷണൽ ലാംഗ്വേജ് അല്ല. ഇന്ത്യക്ക് നാഷണൽ ലാംഗ്വേജ് ഇല്ല. ഇന്ത്യക്ക് യൂണിയനിൽ വരെ 2 നാഷണൽ ഒഫീഷ്യൽ ലാംഗ്വേജേ ഉള്ളൂ, ഹിന്ദി, ഇംഗ്ലീഷ്. അതല്ലാണ്ട് 22 ഒഫീഷ്യൽ ലാംഗ്വേജസ് ആണ് ഉള്ളത്. അതിൻ്റെ അകത്ത് മലയാളമൊക്കെ ഭാഗമായിട്ട് തന്നെ വരും. നെക്സ്റ്റ്, ഓക്കെ, സോ അതായിരുന്നു നമ്മുടെ ഫുൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഫസ്റ്റ് ഡിസ്കഷൻ. നമ്മൾ ബേസിക് ആയിട്ട് എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും കവർ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം, എവിടെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും അല്ലേ. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മളിനി പഠിക്കുമ്പോൾ ആ ടോപ്പിക്കിനെ അപ്രോച്ച് ചെയ്യാം. അപ്പോൾ ഹോപ്പ്ഫുള്ളി എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. മികച്ച പഠനം മിഞ്ചിനൊപ്പം. താങ്ക് യു സോ മച്ച്.